everyone, welcome back to a new session. This is Sudharma. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. യെസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് എന്ന് പറയുന്ന പേപ്പർ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ എത്തിക്കുന്ന മിസ്സാണ്. സോ ഫൈനലി നമ്മുടെ എക്സാംസ് ഒക്കെ വന്നു കഴിഞ്ഞു. എക്സാം വന്നതിന്റെ ഭാഗമായിട്ട് ഒരു നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് മിസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനൊരു ഇൻട്രൊഡക്ഷൻ തന്നതുകൊണ്ടും ഇവിടെ ഓൾറെഡി നമ്മുടെ പേപ്പറിന്റെ പേരുള്ളത് കൊണ്ടും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് എന്ന പേപ്പറിൽ നിന്നും വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങൾ എന്തെല്ലാം ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഉത്തരങ്ങൾ എങ്ങനെയെല്ലാം എഴുതാം, ഇതിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ഐ ഹോപ്പ് ഓൾ ആർ ഡൂയിങ് വെൽ ആൻഡ് എക്സാമിന്റെ ടെൻഷനിലും പ്രഷറിലൊക്കെ ചെറുതായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം. അപ്പൊ അതിന് സ്വാഭാവികമായിട്ടും ഒരു ആശ്വാസമേകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ആർ യു റെഡി? എല്ലാവരും ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതെല്ലാമാണ്, എങ്ങനെയൊക്കെ അതിനെ ആൻസർ ചെയ്യാം എന്ന ചിന്താഗതിയിൽ ഇരിക്കും. അതിനൊരു പരിഹാരമായിട്ട് സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് മിസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. സോ അധികം സമയം കളയണ്ട, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ഈസ് നെയിം ഓഫ് അവർ പേപ്പർ, ദാറ്റ് ഈസ് വാട്ട് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ്. ഓക്കെ, സി നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. പുതിയതായിട്ട് മാറി വന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് നമുക്കുള്ളത്. സോ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പ്രധാനമായിട്ടും സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി, സെക്ഷൻ ഇ എന്നിങ്ങനെ 5 കാറ്റഗറിയിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അറിയാം 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 1 to 20 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിരിക്കും, ആ ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആൻസർ നിങ്ങൾ എടുത്ത് എഴുതണം. സെക്ഷൻ ബിയിൽ 21 to 35 ക്വസ്റ്റ്യൻസ് ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 2 മാർക്കാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അത് എന്തുമാകാം, മേ ബി fill in the blanks, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് 2 ഭാഗം നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ട് വെക്കും. ആ ഒരു ബ്ലാങ്കിന് ആവശ്യമായിട്ടുള്ള ഭാഗം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പൂരിപ്പിച്ചിരിക്കണം. ആൻഡ് സെക്ഷൻ സി 36 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസ് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്ക്. അത് ഇങ്ങനെയുള്ള 1 വേർഡ് ഉത്തരമോ ആയിരിക്കില്ല അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് സെക്ഷൻ സിയിൽ നമ്പർ 36 മുതൽ 40 വരെയുള്ളത്. ദെൻ സെക്ഷൻ ഡി 41 മുതൽ 45 വരെയുള്ളതാണ് സെക്ഷൻ ഡി. ഇത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്യാരിയിങ് ടു ബി ആൻസേർഡ് ഇൻ ദ റേഞ്ച് ഓഫ് 40 to 50 വേർഡ്സ്. 40 മുതൽ 50 വരെയുള്ള വേർഡ്സ് ആണ് പ്രധാനമായിട്ടും ഇതിൽ ഉള്ളത്. Then section E, it consists of 46 to 50 നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 46 to 50 വരെയുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ 3 മാർക്ക് വീതം നമുക്ക് ലഭിക്കുന്നുണ്ട്. ദെൻ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാലോ, ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതിനുണ്ടായിരിക്കും. ആൻഡ് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും, 5 മാർക്കിന്റെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുക. ഇത്രയും കാറ്റഗറിയിലൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. എന്താണെങ്കിലും ആദ്യത്തെ സെക്ഷനിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. So what is the first question? Which of the following languages was used by Amir Khusro? അമീർ ഖുസ്രു എന്ന ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അദ്ദേഹത്തിന്റെ ലിറ്റററി വർക്കിൽ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് ഏതാണ്? സോ ഹിയർ ഈസ് ദ റൈറ്റ് ആൻസർ, വിച്ച് ഈസ് ദ ഖാദി ബോലി. ഏതാണ്?
കാദിബോലിയാണ് അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ലാംഗ്വേജ്. അദ്ദേഹം പേർഷ്യൻ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിലും ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഓപ്ഷനിൽ നിന്നും ഏകദേശം റൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ തിരഞ്ഞെടുക്കണം. ആൻഡ് വി ഹാവ് ദ റൈറ്റ് ആൻസർ. അപ്പൊ സ്വാഭാവികമായിട്ടും അമീർ ഖുസ്രുവിനെ കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾ വരാറുണ്ട്. അമീർ ഖുസ്രു ആരാണ്? അമീർ ഖുസ്രുവിന്റെ ഒരു സിഗ്നിഫിക്കൻസ് നോട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അമീർ ഖുസ്രുവിനെ മിസ് ഒന്ന് ഇവിടെ പരിചയപ്പെടുത്തട്ടെ. എന്നാ പിന്നെ അതിൽ നിന്നും 3-4 ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇദ്ദേഹം ഫേമസ് ആയി അറിയപ്പെടുന്നത് തൂത്തി ഐ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ദാറ്റ് മീൻസ് പാരറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ തത്ത, പാരറ്റ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അമീർ ഖുസ്രു അറിയപ്പെടുന്നുണ്ട്. അമീർ ഖുസ്രു വാസ് എ പ്രൊമിനന്റ് ഇൻഡോ പേർഷ്യൻ പോയറ്റ്. മ്യൂസീഷ്യൻ ആണ് അദ്ദേഹം, ഹിസ്റ്റോറിയൻ ആണ് അദ്ദേഹം, ഒരു പണ്ഡിതനാണ് അദ്ദേഹം. ആരുടെ ഭരണകാലഘട്ടത്തിലാണ് അമീർ ഖുസ്രു ജീവിച്ചിരുന്നത്? ഡൽഹി സുൽത്താനേറ്റുകാര് ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്താണ് അമീർ ഖുസ്രു ജീവിച്ചിരുന്നത്. ഏകദേശം 1253 മുതൽ 1325 വരെയുള്ള കാലഘട്ടത്തിലാണ് അമീർ ഖുസ്രു ജീവിച്ചിരുന്നത്. സോ അദ്ദേഹം പല പേരുകളിലും ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് നോൺ as ഫാദർ ഓഫ് ഖവാലി. നോൺ as ഫാദർ ഓഫ് ഖവാലി. ഖവാലിയുടെ പിതാവ് എന്ന പേരിൽ ആരറിയപ്പെടുന്നുണ്ട്? അമീർ ഖുസ്രു അറിയപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഹി ഈസ് ക്രെഡിറ്റഡ് വിത്ത് പയനീറിംഗ് മ്യൂസിക്കൽ ഫോം സച്ച് as ഖയാൽ. ഖയാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിക്കൽ ഫോം ആണ് ഖയാൽ. ഖയാൽ എന്ന മ്യൂസിക് ഫോം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ റോള് വളരെ വലുതാണ്. ആൻഡ് ഓൾസോ ഒരു വോക്കൽ സ്റ്റൈൽ ആയിട്ടുള്ള തരണ എന്ന വോക്കൽ സ്റ്റൈലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? അമീർ ഖുസ്രു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. He is also credited with crafting several ragas, invention of the musical instructions like sitar and tabla. Sitar, തബല പോലെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? അമീർ ഖുസ്രു. കാരണം ഭയങ്കര ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു വ്യക്തിയാണ് അമീർ ഖുസ്രു. അപ്പം അദ്ദേഹം ടുട്ടി ഇ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യയുടെ തത്ത. ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രമുഖ ഇന്ത്യൻ പേർഷ്യൻ കവിയായിരുന്നു അദ്ദേഹം. ഒരു സംഗീതജ്ഞനായിരുന്നു, ഒരു ചരിത്രകാരനായിരുന്നു, പണ്ഡിതനായിരുന്നു അമീർ ഖുസ്രു. ഇനി ഇദ്ദേഹം ഖവാലിയുടെ പിതാവ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ആര്? അമീർ ഖുസ്രു ഈസ് ഓൾസോ നോൺ as ഫാദർ ഓഫ് ഖവാലി. ദെൻ നിരവധി രാഗങ്ങൾ രചിച്ചതിലും സിത്താർ, തബല എന്നീ സംഗീത ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിലും അദ്ദേഹത്തിന് ഒരുപാട് ബഹുമതിയുണ്ട്. അപ്പൊ ആദ്യത്തെ ചോദ്യം, അമീർ ഖുസ്രുവിന്റെ ലിറ്റററി വർക്കിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ലാംഗ്വേജ് ഏതായിരുന്നു? അതിന്റെ ഉത്തരം പറഞ്ഞു. അമീർ ഖുസ്രുവിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ചോദ്യം, which of the following field of knowledge is associated with the സുശ്രുത? സുശ്രുതനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി ഫീൽഡ് ഏതാണ്? ഇതാണ് ചോദ്യം. ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ള? സുശ്രുതനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി ഫീൽഡ്. സോ വി ഹാവ് ദി ഓപ്ഷൻസ് ലൈക്ക് ആസ്ട്രോണമി, മെഡിസിൻ, ആസ്ട്രോളജി, കെമിസ്ട്രി. ഇതിൽ ഏതാണ്? ആസ്ട്രോണമി ആണോ? അല്ല. സുശ്രുത എന്ന് പറയുന്ന വ്യക്തി മെഡിസിൻ ഫീൽഡുമായിട്ട്, താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ അദ്ദേഹം മെഡിസിൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെടുത്തി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സുശ്രുതയെ കുറിച്ചും പഠിക്കാം അല്ലെ? നോക്കാം. So he is a pioneering figure in ancient Indian medicine. പുരാതന ഇന്ത്യൻ വൈദ്യശാസ്ത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഇദ്ദേഹം. He is famously known as father of surgery and father of plastic surgery. ചിലപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കും, who is known as ഫാദർ ഓഫ് സർജറി, ശസ്ത്രക്രിയയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അപ്പൊ നിങ്ങൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കേണ്ട, അതിനുള്ള ഉത്തരം മിസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആരാണ്? സുശ്രുതനാണ്. പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവും എന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. വൈദ്യശാസ്ത്രത്തെയും ശസ്ത്രക്രിയയെയും
കുറിച്ചുള്ള ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ സുശ്രുത സംഹിത. വൈദ്യശാസ്ത്രത്തെയും ശസ്ത്രക്രിയയെയും കുറിച്ചുള്ള ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ സുശ്രുത സംഹിത. അപ്പൊ നമ്മൾ അമീർ ഖുസ്രുവിനെ കുറിച്ചും പഠിച്ചു, സുശ്രുതനെ കുറിച്ചും പഠിച്ചു. ഇനി അടുത്ത ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏതാണ്? Which of the following was chief object of worship in Zoroastrian religion? സൊറാസ്ട്രിയൻ മതം അല്ലെ, ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഇപ്പോഴും നിലനിൽക്കുന്ന ഹിന്ദു മതം, ഇസ്ലാം മതം, ക്രിസ്ത്യൻ മതം ഒക്കെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മതമാണ് സൊറാസ്ട്രിയൻ മതം. ഈ മതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേർഷിപ്പ് ചെയ്തിരുന്ന എന്തോ ഒരു കോമ്പോണന്റ് ഉണ്ട്. അത് ഈ 4 ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ വാട്ട് ആർ ദ ഗിവൺ ഓപ്ഷൻസ്? ദ ഗിവൺ ഓപ്ഷൻസ് ആർ എ ഫയർ, ബി വാട്ടർ, സി വിൻഡ് ആൻഡ് ഡി സ്കൈ. So as per the given option, we have the right answer, that is option A, fire. തീയാണ് സൊറാസ്ട്രിയൻ റിലീജിയൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേർഷിപ്പ് ചെയ്തിരുന്ന ഒരു ചീഫ് എലമെന്റ്. സോ ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ദ പ്രോഫറ്റ് സൊറാസ്ട്രർ. അതായത് സൊറാസ്ട്രിയൻ റിലീജിയനെ കുറിച്ചാണ് മിസ് ഇനി പറഞ്ഞു വരുന്നത്. സൊറാസ്റ്റർ എന്ന പേരിലുള്ള അല്ലെങ്കിൽ സരദുസ്ട്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ആൻഷ്യന്റ് ഇറാനിൽ ഉണ്ടായിരുന്ന പുരാതന ഇറാനിലെ ഒരു സ്കോളർ, ഒരു റിലീജിയസ് ആയിട്ടുള്ള പേഴ്സൺ, അദ്ദേഹമാണ് സൊറാസ്ട്രിയൻ റിലീജിയൻ കണ്ടെത്തിയിരിക്കുന്നത്. ആൻഡ് the one supreme god who is creator and sustainer of the universe, representing all that is good, truth and light. അതായത് ഈ പറയുന്ന സൊറാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി കണ്ടുപിടിച്ച സൊറാസ്ട്രിയൻ റിലീജിയനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ? അഹൂര മസ്ദ എന്ന കോൺസെപ്റ്റ് ആണ്. അഹൂര മസ്ദ എന്ന് പറഞ്ഞാൽ ജ്ഞാനിയായ കർത്താവ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ ഏക പരമമായ ദൈവം നന്മ, സത്യം, വെളിച്ചം എന്നിവയെല്ലാം പ്രതിനിധീകരിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അഗ്നിയാണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അഗ്നി എന്ന് പറഞ്ഞാൽ എന്താ? ഫയർ. ആൻഡ് ഇത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അഗ്നി കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ഇത് ശാശ്വതവും പവിത്രവുമായ ഒരു കോമ്പോണന്റ് ആയിട്ടാണ് അവർ അഗ്നിയെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അഗ്നിയെ അല്ലെങ്കിൽ തീയെ ഒരിക്കലും ഒരു ദൈവമായിട്ട് ആരാധിക്കുന്നില്ല, മറിച്ച് അഹൂരമസ്തയുടെ പരിശുദ്ധി, ജ്ഞാനം, ദിവ്യപ്രകാശം എന്നിവയുടെ ആദരണീയമായിട്ടുള്ള ഒരു പ്രതീകമായിട്ട് മാത്രമാണ് അവര് ഫയറിനെ കാണുന്നത്. ഇനി 5ാമത്തെ ചോദ്യം വിക്രമശില യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നതാണ്. എന്താണ് ചോദ്യം? The 4th question is, famous Vikramashila University was situated on the banks of which of the following river? പുരാതന കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന വിക്രമശില യൂണിവേഴ്സിറ്റി ഇത് ആരുടെ കാലഘട്ടത്തിലാണ്? അല്ലെങ്കിൽ ഏത് നദീതീരത്താണ്? ചോദ്യം എന്താ? ഏത് നദീതീരത്താണ് ഈ വിക്രമശില യൂണിവേഴ്സിറ്റി പണി കഴിപ്പിച്ചിരിക്കുന്നത്? സോ ദിസ് ഇസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഏത് നദീതീരത്താ? സോ വി ഹാവ് ദ ഓപ്ഷൻസ് ആസ് എ സിന്ധു, ബി ബ്രഹ്മപുത്ര, സി ഗംഗ ആൻഡ് ഡി നർമ്മദ. So as per the given option, we have the right answer, that is Ganga. ഗംഗ നദീതീരത്താണ് വിക്രമശില യൂണിവേഴ്സിറ്റി നിലനിന്നിരുന്നത്. എനിവേ നമ്മൾ വിക്രമശില യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ അതിനെ ബേസ് ചെയ്തുകൊണ്ടായതുകൊണ്ട് മിസ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് 2-3 ഫാക്ട്സ്, കാരണം ഇതിൽ നിന്ന് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫാക്റ്റുകളാണ് മിസ് ഇവിടെ നൽകിയിരിക്കുന്നത്. വായിക്കട്ടെ മിസ്, അല്ലെങ്കിൽ പറയട്ടെ? ഓക്കെ, നോക്കൂ. ഒരു ആൻഷ്യന്റ് യൂണിവേഴ്സിറ്റിയാണ് വിക്രമശില യൂണിവേഴ്സിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം.
ഇത് ഗംഗാ നദീതീരത്ത് ബീഹാർ സ്റ്റേറ്റില്, ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ബീഹാറിലാണ് നിലനിന്നിരുന്നത്. ഓക്കെ, സോ ആരാണ് ഇത് കണ്ടുപിടിച്ചത്? ഏതൊരു യൂണിവേഴ്സിറ്റി? ആ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഹൂ ഫൗണ്ടഡ് ദിസ് യൂണിവേഴ്സിറ്റി? സോ ദ ആൻസർ ഇസ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ കിങ് ധർമ്മപാല ഓഫ് ദ പാല ഡൈനാസ്റ്റി between the late 8th and early 9th century. 8ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടം 9ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഇതിനിടയിലായിട്ട് പാല ഡൈനാസ്റ്റിയിലെ രാജാവായിട്ടുള്ള ധർമ്മപാലനാണ് വിക്രമശില യൂണിവേഴ്സിറ്റി കണ്ടെത്തിയത്. ഓക്കെ, അപ്പോ 3 പോയിന്റ് ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു. വിക്രമശില യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നത് എവിടെയാണ്? ഗംഗാ തീരത്താണ്. വിക്രമശില യൂണിവേഴ്സിറ്റി ആരാ ഫൗണ്ട് ചെയ്തിരിക്കുന്നത്? വിച്ച് വാസ് ഫൗണ്ടഡ് ബൈ എ പല്ലവ റൂളർ നോൺ ആസ് ധർമ്മപാല. ആൻഡ് 8ാം നൂറ്റാണ്ടിനും 9ാം നൂറ്റാണ്ടിനും ഇടയിലായിട്ടാണ് വിക്രമശില യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത്. Coming to the 5th question, which is a multiple choice question. ഇതിനും 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. So why Sir Syed Ahmad Khan, not the name, started Muhammadan Anglo-Oriental College in Aligarh? എന്തിനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡില്, അതായത് ഉത്തർപ്രദേശിലെ അലിഗഡില് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത്? സോ നമ്മൾ പഠനം നടത്തുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹിന്ദു ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് വ്യക്തികൾ നിലനിന്നിരുന്നു. ലൈക്ക് രാജാറാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, വിവേകാനന്ദൻ, ഇങ്ങനെ ഒരുപാട് ആളുകൾ. അവരെ പോലെ തന്നെ ഇസ്ലാം മതത്തിലും ഇത്തരത്തിലുള്ള സാമൂഹിക പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നതിൽ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ആര്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇസ്ലാം മതത്തിൽ നിലനിന്നിരുന്ന ഒട്ടനവധി ആചാര അനുഷ്ഠാനങ്ങളെ മാറ്റിമറിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. സോ അദ്ദേഹം ഒരിക്കൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിക്കുകയുണ്ടായി. എന്തായിരുന്നു അതിന്റെ ഒരു ലക്ഷ്യം? അത് മിസ് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷനിൽ മിസ് റൈറ്റ് ആൻസർ പിക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? സോ വാട്ട് ആർ ദ ഗിവൺ ഓപ്ഷൻസ്? വി ഹാവ് ഓപ്ഷൻസ് ആസ് എ ടു ഇംപാർട്ട് modern education to Muslims, option B to teach only religious books, option C to train conventional artisans, option D to make religious preachers. So what is the right answer as per the following options? Option A, which is to impart modern education to Muslims. മുസ്ലിം വിഭാഗക്കാർക്ക് ആധുനിക വിദ്യാഭ്യാസം നൽകുക. ഇതായിരുന്നു ആരുടെ ലക്ഷ്യം? നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ ലക്ഷ്യം. എനിവേ ആ ക്വസ്റ്റ്യനിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരാളാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് ഫാക്റ്റ് ആണ് മിസ് പറയുന്നത്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു മുസ്ലിം റിഫോമർ ആയിരുന്നു. അതും 19ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഇന്ത്യയിൽ ജീവിച്ചിരുന്നത്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് MAO, ഇൻ ഷോർട്ട് MAO എന്നൊരു കോളേജ് അദ്ദേഹം സ്ഥാപിക്കുന്നു. പിന്നീട് അത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയി AMU ആയിട്ട് ഇവോൾവ് ചെയ്യുന്നു. ഇദ്ദേഹമാണ് അലിഗഡ് മൂവ്മെന്റ്, അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത്. He spearheaded this movement which focused on intellectual, educational and social reforms for the Muslim community. മുസ്ലിം കമ്മ്യൂണിറ്റീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിലനിന്നിരുന്ന കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് കൊണ്ടുവന്നു? 19ാം നൂറ്റാണ്ടിൽ അലിഗഡ് പ്രസ്ഥാനം ആരംഭിക്കുകയുണ്ടായി അല്ലേ? അപ്പോ പണ്ടത്തെ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആണ് പിന്നീട് എന്തായിട്ട് മാറിയത്? അലിഗഡ് സർവകലാശാല, അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് മാറിയത്. അപ്പൊ ആദ്യത്തെ 5 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ സ്ഥിതിക്ക്
ഓക്കെ, അപ്പോ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ പറ്റിയ ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ പരിചയപ്പെടുത്താം, എങ്ങനെയൊക്കെ എഴുതാം. അങ്ങനെ മൂവിങ് ഓൺ ടു ദ 6th ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ? ഒരു സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാമാണ്? കൾച്ചർ റിലേറ്റഡ് ആയിട്ട് എങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാം. കൾച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? കൾച്ചറും സിവിലൈസേഷനും എങ്ങനെയൊക്കെയാണ് പരസ്പരം വ്യത്യാസപ്പെട്ട് കിടക്കുന്നത്? എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പൊ മിസ് ഇവിടെ ചോദിച്ച ചോദ്യം, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ? സോ കൾച്ചർ ഇസ് ലേൺഡ് ആൻഡ് അക്വയർഡ് ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. കൾച്ചർ ഇസ് ഷെയർഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു കൂട്ടം ആളുകൾ സംസ്കാരം ഷെയർ ചെയ്യുന്നുണ്ട്, അതും ഇതിന്റെ ഒരു സവിശേഷതയാണ്. കൾച്ചർ ഈസ് ക്യുമുലേറ്റീവ് അല്ലെ? കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പാസ് ചെയ്യപ്പെടുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചർ ചേഞ്ചസ്, കൾച്ചറിൽ മാറ്റം വരുത്തുന്നുണ്ട് അല്ലെങ്കിൽ മാറ്റം വരാറുണ്ട് അല്ലെ? പണ്ട് കാലഘട്ടത്തില് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിൽ നിലനിന്നിരുന്ന, ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു കൾച്ചറാണോ ഇപ്പോൾ ഉള്ളത്? അല്ലല്ലോ. അപ്പൊ കൾച്ചർ എങ്ങനെയാണ്? അത് നമ്മളിങ്ങനെ അക്വയർ ചെയ്തെടുക്കുന്നതാണ്. കൾച്ചർ ഇസ് ഷെയർഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു കൂട്ടം ആളുകൾ കൾച്ചർ ഷെയർ ചെയ്യുന്നുണ്ട്. കൾച്ചർ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ആണ്. കൾച്ചർ ചേഞ്ചസ്. അപ്പൊ അത് സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സംസ്കാരം പഠിക്കുകയും നേടുകയും ചെയ്യുന്നു അല്ലെ? നമ്മൾ ജനിച്ചു കഴിഞ്ഞ് നമുക്ക് ഓർമ്മ വെച്ച നാള് മുതൽ നമ്മൾ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അത് നമ്മൾ പഠിക്കുന്നു, നേടിയെടുക്കുന്നു. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കൾച്ചർ നമ്മൾ പഠിച്ചെടുക്കുന്നത്. ദെൻ സംസ്കാരം ഒരു കൂട്ടം ആളുകൾ പങ്കിടുന്നു അല്ലെ? ഇന്ത്യൻ കൾച്ചർ വെച്ച് ഞാൻ അബ്രോഡിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കൾച്ചർ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നു, അവരെ എൻ്റെ കൾച്ചർ ഷെയർ ചെയ്യുന്നു, അവരെ കൾച്ചർ ഞാനുമായിട്ട് ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഒരു മിക്സഡ് കൾച്ചർ ഫോം ചെയ്യുന്നു. അപ്പോൾ സംസ്കാരം ഒരു കൂട്ടം ആളുകൾ പങ്കിടുന്നു. സംസ്കാരം സഞ്ചിതമാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ട്രാവലിംഗ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒബ്വിയസ്ലി യെസ്, പല രൂപത്തിൽ സംസ്കാരം യാത്ര ചെയ്യുന്നുണ്ട്. സംസ്കാരം മാറ്റങ്ങൾ, സംസ്കാരത്തിന് എന്ത് സംഭവിക്കാറുണ്ട്? മാറ്റങ്ങളും സംഭവിക്കാറുണ്ട് അല്ലെ? ഇനി മറ്റൊരു ചോദ്യം, അത് കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ 2-3 മാർക്സിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ആർ ദ 5 ഫണ്ടമെന്റൽസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇസ്ലാം? ഇസ്ലാം മതത്തിന്റെ 5 പ്രധാനപ്പെട്ട ഘടകങ്ങൾ, തത്വങ്ങൾ എന്തെല്ലാമാണ്? 1, തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലുള്ള വിശ്വാസം. നമാസ്, പ്രയേഴ്സ്, അതും 5 times a day, ഒരു ദിവസം 5 പ്രാവശ്യമുള്ള പ്രയർ. റോസ, what is rosa? Not rosta, okay? What is rosa? ഫാസ്റ്റിംഗ് ആണ് അല്ലെ? ഫാസ്റ്റിംഗ്, പ്രത്യേകിച്ച് റംസാൻ മന്തിലുള്ള ഫാസ്റ്റിംഗ്. സക്കാത്ത്, ഗിവിങ് ആംസ്, നമ്മൾ സക്കാത്ത് കൊടുക്കുക, പ്രത്യേകിച്ച് ചില സ്പെഷ്യൽ ഇവന്റ്സിന് സക്കാത്ത് കൊടുക്കാറുണ്ട്. പിൽഗ്രിമേജ് ടു മെക്ക, മെക്കയിലേക്കുള്ള തീർത്ഥാടന യാത്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങള് ഈ പറയുന്ന ഇസ്ലാം മതത്തിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങളിൽ പെടുന്നു. തൗഹീദ്, അല്ലാഹുവിലുള്ള വിശ്വാസം. നമസ്കാരം, ദിവസത്തിൽ 5 തവണയുള്ള പ്രാർത്ഥന. റോസ, റംസാൻ മാസത്തിലെ ഉപവാസം. സക്കാത്ത്, ദാനം കൊടുക്കുക. ഹജ്ജ്, മക്കയിലേക്കുള്ള തീർത്ഥാടനം. അപ്പൊ സ്വതവേ ഇങ്ങനെയുള്ളൊരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അടുത്തത് സിഗ്നിഫിക്കൻസ് ഓഫ് കാശ്മീർ ലിറ്ററേച്ചർ. കാശ്മീർ സാഹിത്യത്തിന്റെ പ്രസക്തി എന്ത് എന്നുകൂടെ നമുക്ക് വ്യക്തമാക്കാം. വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് കാശ്മീർ ലിറ്ററേച്ചർ? സോ ഇവിടെ നമുക്ക് ഇനി കാശ്മീർ ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കൽഹനൻ രാജതരംഗിണി എഴുതിയിട്ടുണ്ടായി. അത് സംസ്കൃത ഭാഷയിലായിരുന്നു. ബട്ട് ദിസ് വാസ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് എലീറ്റ് ലൈഫ്. Okay, one Dalal Ded who lived in 14th century was probably the first to sing in the Kashmiri language. കാശ്മീരി ഭാഷയിൽ ആദ്യമായിട്ട് പാടിയ വ്യക്തിയായിരുന്നു ലാൽ ദേദ്. ഓക്കെ, ഷീ വാസ് എ ഷൈവൈറ്റ് മിസ്റ്റിക്. പിന്നെ കുറച്ച് ആളുകളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹബ ഖാത്തൂൻ, മഹ്സൂസ് സിന്ദ ഖൗൽ, നൂറുദ്ദീൻ, ഓൾസോ നോൺ ആസ് നന്ത് ഋഷി, അക്തർ മുഹിദ്ദീൻ, സൂഫി ഖുലാം,
Muhammad and Dinanath Nadim wrote devotional poetry in Kashmiri. അപ്പോൾ പല ലാംഗ്വേജ്, പഞ്ചാബി ലിറ്ററേച്ചർ, ഒഡിയ ലിറ്ററേച്ചർ ഒക്കെ പഠിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാനുണ്ട് കാശ്മീരി ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട് അല്ലേ. ദ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഡിഡ് നോട്ട് റീച്ച് കാശ്മീർ ടിൽ ദ എൻഡ് ഓഫ് ദ 19th century. എന്തൊക്കെ പറഞ്ഞാലും 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ 19ാം നൂറ്റാണ്ട് വരെ വെസ്റ്റേൺ കൾച്ചർ കാശ്മീരി ലാംഗ്വേജിലേക്കോ ലിറ്ററേച്ചറിലേക്കോ വന്നിട്ടുണ്ടായിരുന്നില്ല. 1846 ആഫ്റ്റർ ദ ഫസ്റ്റ് സിഖ് വാർ, ആദ്യത്തെ സിഖ് വാറിന് ശേഷം ദ ദോഗ്രാസ് ഓഫ് ജമ്മു ബിക്കേം ദ റൂളേഴ്സ് ദർ. The Dogras were more interested in Dogri language than in Kashmiri. എന്താ സംഭവിച്ചേ? 1846 ഫസ്റ്റ് സിഖ് വാർ നടക്കുന്നു. ആ സിഖ് വാറിന് ശേഷം ജമ്മുവിൽ ദോഗ്രാസ് കൂടുതലായിട്ട് വരുന്നു. ഈ ദോഗ്രാസിന്റെ ലാംഗ്വേജ് ആയിരുന്നു ഏത്? ദോഗ്രി ലാംഗ്വേജ്. സോ അവര് കാശ്മീരിൽ ഏതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു? ദോഗ്രി ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയുണ്ടായി. സോ ഇതാണ് ഈ പറഞ്ഞ പോയിന്റ്. അപ്പൊ കാശ്മീരി ലാംഗ്വേജിൽ അല്ലെ, കൽഹട സംസ്കൃതത്തിൽ രാജതരംഗിണി എഴുതിയതോടെ കാശ്മീർ സാഹിത്യത്തിന് പ്രാധാന്യം നേടി. വരേണ്യവർഗത്തിന്റെ ഭാഷയിലായിരുന്നു, കാരണം സാൻസ്ക്രിറ്റിലല്ലേ അദ്ദേഹം രാജതരംഗിണി എഴുതിയിരിക്കുന്നത്. 14ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ലാൽദേദ് കാശ്മീരി ഭാഷയിൽ ആദ്യമായി പാടിയതായിരിക്കാം എന്നും കരുതപ്പെടുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പഠിക്കാനുള്ളതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് ആക്ട് കേട്ടോ. ഇപ്പൊ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഇനി നമ്മൾ പോകുന്നത് 9ാമത്തെ ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം എന്താണ്? എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ വൺ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കറിയാം. ഈ റൈറ്റ് ടു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു ആക്ട് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ഒരു ആക്ട് എന്നുള്ള കോൺസെപ്റ്റ് കൂടെ ആഡ് ചെയ്യാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പാർലമെന്റ് ഇത്തരത്തിലുള്ള ഒരു ആക്ട് 2002 എന്ന വർഷത്തിൽ ആഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കി മാറ്റുന്ന 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ 2002 പാർലമെന്റ് ഈ നിയമം പാസാക്കിയിരിക്കുന്നത്. The Right to Children to Free and Compulsory Education Act, a law to enable the implementation of the fundamental right, was passed by the parliament in 2010. Then എന്താ ഇവിടെ പറയുന്നത്? മൗലിക അവകാശം നടപ്പിലാക്കുന്നതിനുള്ള നിയമമായ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളുടെ അവകാശ നിയമം 2010 ഏപ്രിലിൽ പാർലമെന്റ് പാസാക്കി. 2010. ഇതനുസരിച്ച് 6 വയസ്സ് മുതൽ 4 വയസ്സ് പ്രായമുള്ള ഓരോ കുട്ടിക്കും തൊട്ട അയൽപ്പക്കത്തുള്ള സ്കൂളിൽ സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ബാധ്യതയാണെന്ന് നിയമം അനുശാസിക്കുന്നു. അതായത് സ്കൂളുകളിൽ ഏകദേശം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം അവർ ഉറപ്പുവരുത്തുന്നുണ്ട്. നിലവിൽ ബന്ധപ്പെട്ട പ്രായപരിധിയിലുള്ള ഏകദേശം 22 കോടി കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു സൗജന്യ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വിദ്യാഭ്യാസം നേടുന്നുണ്ട്. എന്തായാലും റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ അല്ലെങ്കിൽ RMSA. ഈ RMSA എന്താണ്? അതിലെ മേജർ ആയിട്ടുള്ള ഈ ഒരു സ്കീം എന്താണ് ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. RMSA അല്ലെങ്കിൽ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ is a centrally sponsored scheme for universalization of access to
and improvement of quality education at secondary stage was implemented during the 11th 5-year plan period. 11ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് RMSA ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇത്തരത്തിലുള്ള പോളിസി അവര് മുൻപോട്ടേക്ക് കൊണ്ടുവച്ചത്. Then the goal of RMSA യുടെ ഗോൾ എന്താണ്? To make secondary education of good quality available. സെക്കൻഡറി വിദ്യാഭ്യാസം, നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സെക്കൻഡറി വിദ്യാഭ്യാസം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. accessible and adorable to all young students in the age group of 15 to 16 years. ഏകദേശം 15 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് ഇവിടെ ആവശ്യപ്പെടുന്നത്? 15 മുതൽ 16 വയസ്സ് പ്രായമുള്ള എല്ലാ യുവ വിദ്യാർത്ഥികൾക്കും 9-10 ക്ലാസ്സുകളിൽ നല്ല നിലവാരമുള്ള സെക്കൻഡറി വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ഒരു പോളിസിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം 2015 ആകുമ്പോഴത്തേക്കും 15-16 വയസ്സ് പ്രായമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സെക്കൻഡറി തല വിദ്യാഭ്യാസം സാർവത്രികമാക്കുക, എല്ലാവർക്കും കിട്ടണം. ഏതെങ്കിലും ആവാസ കേന്ദ്രത്തിൽ നിന്ന് 5 കിലോമീറ്ററിനുള്ളിൽ ഒരു സെക്കൻഡറി സ്കൂളും ഏതെങ്കിലും ആവാസ കേന്ദ്രത്തിൽ നിന്ന്, ഇവിടെ ആവാസ കേന്ദ്രം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടാണ് കേട്ടോ, 7 കിലോമീറ്ററിനുള്ളിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളും 2010 ആകുമ്പോഴേക്കും സാർവത്രികമായ വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതാണ് ഈ ഒരു RMSA എന്ന് പറയുന്ന ഈ ഒരു പോളിസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. Now moving on to the next and the last question, which is divisions of Indian classical music. Indian classical music ന്റെ പ്രധാനപ്പെട്ട divisions ഏതൊക്കെയാണ്? Very important part from your syllabus. So we know that Indian music can be classified into two: Hindustani music and Carnatic music. So starting from Hindustani classical music. Okay. So Hindustani classical music. Hindustani classical music may be traced back to the period of Delhi Sultanate. Not the point. Delhi Sultanate ന്റെ കാലഘട്ടത്തിലാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക് ഡെവലപ്പ് ചെയ്യുന്നത്. And to Amir Khusro, who encouraged the practice of musical performance with particular instruments. അമീർ ഖുസ്രു ആരുടെ കാലഘട്ടത്തിലായിരുന്നു? ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിലായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഡെവലപ്പ് ആയത്? ഹിന്ദുസ്ഥാനി മ്യൂസിക് ഡെവലപ്പ് ആയത്. He is believed to have invented sitar and tabla. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. സിത്താറും തബലയും കണ്ടുപിടിച്ചത് ആരാണ്? അമീർ ഖുസ്രു ആണ്. And he is said to have introduced new ragas. പുതിയ രാഗങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചു എന്നും പറയപ്പെടുന്നു. Most of the Hindustani music trace their descent to Tansen. ടാൻസൻ ആണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞരിൽ ഭൂരിഭാഗവും ടാൻസനിൽ നിന്നാണ് വരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ധ്രുപദ്, ധമർ, തുമ്രി, ഖയാൽ, ടപ്പ തുടങ്ങിയവയായിരുന്നു ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ വ്യത്യസ്ത ശൈലികളാണ് കേട്ടോ. പിന്നെ ബൈജു ബാവ്ര, സൂർദാസ് തുടങ്ങിയ സംഗീതജ്ഞരെ അക്ബറിന്റെ കൊട്ടാരത്തിൽ ചിലർ സംരക്ഷിച്ചിരുന്നു. അവർ ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യൻസ് ആയിരുന്നു. ഏറ്റവും പ്രചാരത്തിലുള്ള രാഗങ്ങൾ, ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലെ ഏറ്റവും പ്രചാരത്തിലുള്ള രാഗങ്ങളാണ് ബഹാർ, ഭൈരവി, സിന്ധു ഭൈരവി, ബിംപലാസി, ദർബാരി, ദേശ്, ഹംസധ്വനി, ജൈ ജയന്തി, മേഘമൽഹാർ. മേഘമൽഹാർ is one of the beautiful raga from Hindustani classical music. പിന്നെ യമൻ, പിലു, ശ്യാം കല്യാൺ, ഖംബേജ് ഇതൊക്കെ പ്രധാനപ്പെട്ട രാഗങ്ങളാണ്. പിന്നെ ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഈ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള സിത്താർ, സ്ട്രിങ് യൂസ് ചെയ്യുന്നില്ലേ. അതേപോലെ തന്നെ സാന്തൂർ, സാരംഗി ഇതൊക്കെ പ്രധാനപ്പെട്ട സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ചില പ്രശസ്ത ഘരാനകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ,
ഗ്വാളിയർ ഘരാന, കിരാന ഘരാന, ജയ്പൂർ ഘരാന എന്നിവയൊക്കെ അതിൽ പ്രധാനപ്പെട്ട ചിലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നോട്ട് ചെയ്ത് വെക്കേണ്ടത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് കർണാട്ടിക് മ്യൂസിക്, കർണാട്ടിക് സംഗീതം. സോ കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു AD 1700 മുതൽ 1850 വരെ നിലനിന്നിരുന്നതായിരുന്നു കർണാട്ടിക് സംഗീതം. സോ ദേവോ ശ്യാം ശാസ്ത്രി, ത്യാഗരാജ ആൻഡ് മുത്തുസ്വാമി ദീക്ഷിതർ ഇവര് പ്രധാനപ്പെട്ട കർണാട്ടിക് സംഗീതത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളായിരുന്നു. പുരന്ദരദാസ വാസ് അനദർ ഗ്രേറ്റ് കമ്പോസർ ഓഫ് കർണാട്ടിക് മ്യൂസിക്. കർണാട്ടിക് മ്യൂസിക്കിലെ മറ്റൊരു ഗ്രേറ്റ് കമ്പോസർ പുരന്ദരദാസനായിരുന്നു. ത്യാഗരാജ ഈസ് റിവേർഡ് ബോത്ത് ആസ് എ സെയിന്റ് ആൻഡ് ഓൾസോ ആർട്ടിസ്റ്റ് ആൻഡ് epitomizes the essence of Carnatic music. Carnatic musicന് അത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നു ത്യാഗരാജ. And the main compositions are known as കൃതി or devotional in nature. കൃതികൾ പാടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, അത് കർണാട്ടിക് മ്യൂസിക് ആണ്. എന്താണ് കർണാട്ടിക് മ്യൂസിക്? അത് കൃതികൾ പാടുക എന്ന് പറഞ്ഞാൽ കർണാട്ടിക് മ്യൂസിക്കിന്റെ ഭാഗമാണ്. രാഗങ്ങൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിലാണ്. The three great musicians experimented with new forms. Some notable musicians of the period was Maha Vaidyanatha Iyer, Pattanam Subramanya Iyer and Ramanatha Srinivasa Iyengar. ഇവരൊക്കെ എന്താണ് പ്രധാനപ്പെട്ട കർണാട്ടിക് മ്യൂസീഷ്യൻസിൽ പെടുന്നതാണ്. ഈ സിത്താറും സാരംഗിയും ഒക്കെ ഹിന്ദുസ്ഥാനി സംഗീതത്തിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നതെങ്കിൽ കർണാട്ടിക് സംഗീതത്തിൽ ഉപയോഗിച്ചിരുന്നതാണ് പുല്ലാങ്കുഴൽ, വീണ, നാദസ്വരം, മൃദംഗം, ഘടം എന്നിവ കർണാടക സംഗീതത്തോടൊപ്പമുള്ള ചില ഉപകരണങ്ങളാണ്. അപ്പൊ കർണാടക സംഗീതത്തിലെ രചനകൾ നമുക്ക് 1700-നും 1850-നും ഇടയിൽ ജീവിച്ചിരുന്ന 3 പ്രധാനപ്പെട്ട സംഗീതജ്ഞരുടേതാണ് എന്ന് കണക്കാക്കുന്നു. ആരൊക്കെയാണ് ആ ത്രിമൂർത്തികൾ? ശ്യാം ശാസ്ത്രി, ത്യാഗരാജൻ, മുത്തുസ്വാമി ദീക്ഷിതർ എന്നിവരായിരുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ടവർ അല്ലെ. പിന്നെ മികച്ചൊരു സംഗീതജ്ഞനായിരുന്നു ആര്? പുരന്ദരദാസൻ. ത്യാഗരാജനെ ഒരു സന്യാസിയായിട്ടും കലാകാരനായിട്ടും ആദരിക്കുന്നുണ്ട്. പ്രധാന രചനകൾ എന്ന് പറയപ്പെടുന്നത് കൃതി, ഒരു ഭക്തി സ്വഭാവത്തോട് കൂടിയിട്ടുള്ള കൃതിയാണ്. പിന്നെ പുതിയ രൂപങ്ങൾ പരീക്ഷിച്ച 3 മഹാനായ സംഗീതജ്ഞർ കർണാട്ടിക് സംഗീതത്തിലുണ്ട്. ഏതൊക്കെയാ? പട്ടം സുബ്രഹ്മണ്യ അയ്യർ, മഹാവൈദ്യനാഥ അയ്യർ, രാമനാഥ ശ്രീനിവാസ അയ്യങ്കാർ ഇവരൊക്കെ അതിൽ പെടുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ്. അത് നിങ്ങൾ നിങ്ങളുടെ എക്സാമിൽ പ്രധാനമായിട്ടും നോക്കിയിരിക്കണം. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എന്തായാലും നോക്കി ഇതൊന്ന് തലങ്ങും വിലങ്ങും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സോ എക്സാം എടുക്കാറായി. ഇനി വേണ്ടത് ഒരു വെൽ സ്റ്റഡി പാറ്റേൺ ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ സഹായവും ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ നിന്ന് നമ്മൾ നൽകുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ, ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള സെഷൻസ്, യൂട്യൂബ് ലൈവ്സ് ഒക്കെ വരുന്നുണ്ട്. ബട്ട് അതുവരെ നിങ്ങൾ പഠിച്ചേ മതിയാകൂ. ആൻഡ് നിങ്ങളുടെ പഠനമാണ് നിങ്ങളുടെ സക്സസിന്റെ ആധാരം. സോ പ്ലീസ് ബി ടേക്ക് കെയർ ആൻഡ് ഡു സ്റ്റഡി വെൽ. ടേക്ക് കെയർ ആൻഡ് ബൈ.